താനാണ് പാർട്ടി എന്ന ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്ക് പിള്ളയുടെ മറുപടി. ഗണേശിന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ MLA സ്ഥാനം കൂടി ഇല്ലാതാക്കുമെന്ന് ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. MLA സ്ഥാനം കൂടെ നഷ്ടപ്പെടാൻ പോകുന്നു എന്നാണ് എന്റെ അർത്ഥം. പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു അതെന്താ ഞാൻ പറഞ്ഞു കേട്ടില്ല. അപ്പോൾ ഈ MLA സ്ഥാനം രാജിവെക്കണമെന്നൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. അത് സ്വയം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം. താനാണ് പാർട്ടി എന്ന ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടെന്നും നിലവിലുള്ള MLA സ്ഥാനം കൂടി ഇല്ലാതാക്കുന്നതിന്റെ സൂചനയാണ് ഇതെന്നും ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ആളുകളെ സ്ഥലം മാറ്റുന്നതൊക്കെ പത്തനാപുരം കേന്ദ്രമാക്കി ഒരു തന്നെ നടത്തിക്കൊണ്ടിരുന്ന അഴിമതി ആർക്കാർജിനകത്ത് ടൈപ്പ് ചെയ്ത് ലിസ്റ്റ് കൊടുക്കും. ഇപ്പോൾ കേരള കോൺഗ്രസ് ബിക്ക് ലഭിച്ചു. കേരള കോൺഗ്രസ് ബിക്ക് MLA ഇല്ലല്ലോ. കോൺഗ്രസ് UDF തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് തീരുമാനിക്കട്ടെ. നമുക്ക് താല്പര്യമുള്ള വിഷയമേ ഉള്ളൂ. നിർദ്ദേശങ്ങളൊന്നുമില്ല. ചോദിച്ചാൽ പറയും. എന്തെങ്കിലും UDF ചോദിച്ചാൽ പറയും. അത് പറയുന്നതിന് മുമ്പ് NSS ആലോചിക്കും. ഏതായാലും കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാനാർത്ഥി പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതിന് സംശയമാണ്. ആരാണ് എന്നൊന്നും ഇപ്പം തീരുമാനിക്കാൻ എനിക്കും അവകാശമില്ല, ഇപ്പോൾ ആർക്കും അവകാശമില്ല. അതൊക്കെ കമ്മിറ്റി തീരുമാനിക്കേണ്ടത്. ഗണേഷ് കുമാർ പത്തനാപുരം കേന്ദ്രീകരിച്ച് അഴിമതി നടത്തുകയാണെന്നും പുതിയ മന്ത്രിയെക്കുറിച്ച് UDF തന്നോട് ചോദിച്ചിട്ടില്ലെന്നും ചോദിച്ചാൽ NSSുമായി ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തു നിന്ന് കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തന്റെ 79ാം പിറന്നാളിനോടനുബന്ധിച്ച് കമുകുംചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ 8 മണിയോടെ ക്ഷേത്രത്തിലെത്തിയ ആർ ബാലകൃഷ്ണപിള്ള ശർക്കര കൊണ്ടാണ് തുലാഭാരം നടത്തിയത്. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ വിശ്രമിച്ച അദ്ദേഹം 9:30ഓടെ കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് യാത്ര തിരിച്ചു. കേരള കോൺഗ്രസ് ബി നേതാവ് കരിക്കത്തിൽ തങ്കപ്പൻപിള്ള, NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് MP ഗോപിനാഥപിള്ള, വനിതാ യൂണിയൻ പ്രസിഡന്റ് രാജമ്മ ടീച്ചർ, രാജാമണി, സരസ്വതി അമ്മ, കാർത്തികേയൻ നായർ എന്നിവർ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരാൻ കമുകുംചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.